ലേഗുസേ നല്ല മണലം വരുന്നുണ്ടല്ലോ. ഇന്നെന്തോ സൺഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, ചിക്കൻ കറി. നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ. കാണുമ്പോ തന്നെ നല്ല ലുക്ക് ഉണ്ട്. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ട. അതെ, ചിക്കൻ കറി പിന്നെ എപ്പം കാണിക്കുന്നത് മിക്കവാറും വീഡിയോയിലെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടാ. ലഘു ഇന്നുണ്ട്. അപ്പോ ഇതിനെക്കാളും വലിയൊരു സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കാനില്ലേ, നമ്മളെ നാടൻ സ്പെഷ്യല്. അതെ. അപ്പൊ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. കറിയായി കുറച്ച് തേങ്ങയൊന്നും കൂട്ടിട്ടാ. തേങ്ങ കൂട്ടാനുള്ള കറിയാണ്. പിന്നെ ഉള്ളി വാട്ടിയിട്ട്, ഉള്ളിയും പച്ചമുളകും വാട്ടിയിട്ട് അത് മസാല ഒന്ന് കറക്കി എടുത്തിന്. നല്ല ഗ്രേവി ഉണ്ടാവും. അങ്ങനെ ഉള്ളി വാട്ടിയിട്ട് അരച്ചാല് നല്ല ഗ്രേവി ഉണ്ടാവും. മീൻകറിക്കെല്ലാം ആക്കില്ലേ, അരച്ചിട്ട് വാട്ടിട്ടാക്കിയിട്ട് അതുപോലെ. അപ്പൊ നമുക്ക് ചിക്കനെക്കാട്ടി നല്ല സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ട് നമുക്ക്. അതെ, നമ്മളെ നാടൻ മത്തനല്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിനി മത്തനെല്ലാം താളിക്കുന്നതായിട്ട് എടുക്കാന്ന്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ താളിച്ച് കഴിഞ്ഞാല്, മുരിങ്ങയിലയും മത്തനെല്ലാം. അപ്പൊ ഇതാ നമ്മളെ ഇവിടെ തന്നെ ഉണ്ടായ മത്തനോ പിടിക്കുന്നില്ല, ഇലയെങ്കിലും നമുക്ക് താളിക്കും. ഇന്നലെ വറവാക്കിന്നല്ലോ മത്തന്റെ ഇല. ഇന്നലെ മത്തനെ ഉപ്പേരി. അപ്പൊ ഇത് ഇങ്ങനെ പിച്ചി പിച്ചി ഇടേ വേണ്ടേ. ഇതിന്റെ മേലെ ഒരു നാര് വലിക്കാനുണ്ടാവും, അതെല്ലാം ഓൾറെഡി അമ്മ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. കുറച്ചില മതിയാവും അല്ലേ മേ? ഒരു 5-6 ഇല ഉണ്ടെങ്കിൽ നല്ലൊരു താളിച്ചത്. ഇത് ഉപ്പേരിനെക്കാട്ടിയും ചിലവർക്ക് നല്ല ഇഷ്ടമാണ് താളിച്ചാണ്. പക്ഷെ എടുത്ത ഒരാളുണ്ടായാൽ പിന്നെ ഉപ്പേരി ഇഷ്ടമില്ല. അച്ഛന് എല്ലാം പിച്ചിട്ടിട്ടുണ്ട്. അതെ, ഇത് വേണമെങ്കിൽ ഇലയിലപ്പം കൂട്ടിയിട്ട് ഉപ്പെല്ലാം ചെയ്യാം. അതെ. അപ്പോൾ അതിന് വേണ്ടുന്ന മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു 5-6 അതേപോലെ വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളകും. ഇതും പിന്നെ എയിലാക്കലാമേ കഞ്ഞിരോളത്തിൽ. അതെ, ഇതാണ് മെയിൻ ഇതിന്റെ റെസിപ്പി. അപ്പൊ നമുക്കത് വേഗം ആക്കാം. മുരിങ്ങേന്റെ ഇല ആക്കാം, എല്ലാം മത്തന്റെ ഇല നല്ല രസമാണ്. പെട്ടെന്നാവും കേട്ടാ, ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്ന സമയം വേണ്ട. ലേശം വേവുണ്ട് ഇതിന്. മുരിങ്ങേന്റെ ഇല വേഗം പോവും, ഇതിന് കുറച്ച് വേവുണ്ട്. അതെ. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കനായ അടുപ്പത്ത് തീയലുണ്ട്, അപ്പൊ അടുത്ത് തന്നെ ആക്കാൻ വിചാരിച്ചിട്ട്. അതെ, അപ്പൊ പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, നിങ്ങൾ എപ്പോ അടുപ്പത്ത് തന്നെ ആക്കല്. അപ്പൊ ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ബാക്കിയുള്ള സാധനം വൈയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിലുള്ള പാട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. കട്ടിക്കഞ്ഞിരല്ല, മേലെ തെളി ഊറ്റിയതാണ്. നേരിയതാ വേണ്ടല്ലേ, നേരത്തെ കഞ്ഞിരവെള്ളം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമല്ലോ ഇക്കട്ടാമ. ഇപ്പം എല്ലാം നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതാ കഞ്ഞിരവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മത്തൻ്റെ അരയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എപ്പം ഇങ്ങനത്തെ ഇലക്കറി തിന്നാൻ നല്ലതാണ്. അതെ, പിന്നെ 2-3 ഇലാണെങ്കിൽ ഇങ്ങനെ താളിച്ച് തിന്നാലേ നല്ലതല്ലേ. അതെ, ഉപ്പിലൊന്നും പക്കായില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാം. ഇലക്കറിയെല്ലാം കഴിക്കണം എന്നല്ല പറയുന്നു. അധികം ലോകിന് വറുത്താൽ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇതിങ്ങനെ വെള്ളം പോലെ കാണുന്നുണ്ടോന്നും അറിയില്ല. താളിച്ചതിനോട് അത്ര വലിയ ശീലായി. അപ്പൊ ഇതാ ഇടുമ്പത്തേന് അതെല്ലാം ഒന്ന് ഇതായി വാടി വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിൽ കഞ്ഞീരവെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഏതമ്മ
അടച്ചു വെക്കണം. വേണ്ട വേണ്ട കുറച്ച് നോക്കണ്ട. വേഗാവൂലേ അല്ലേ? 2-3 താഴ്ചയില്ലേ. അപ്പൊ ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ടല്ലോ അമ്മ. 5 മിനിറ്റ് വെച്ചാൽ മതിയോ അല്ലേ? ഗ്യാസിലാണെങ്കിൽ വേഗമാവും. നമുക്കിത് അടുപ്പത്ത് വെച്ചോണ്ടല്ലേ. അടുപ്പത്തല്ലേ നല്ല ചൂടുണ്ടാവും. ഗ്യാസിലല്ല നല്ല ചൂട്. ഗ്യാസിലാകുമ്പോൾ ഒരേ ചൂടില്ല, തീ കത്തുന്നതനുസരിച്ചല്ലേ. അങ്ങനെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അടുപ്പത്ത് വെച്ചിട്ട് ചൂടുണ്ടല്ലേ. ഇത് മൺചട്ടി അല്ല കേട്ടാ, ഇത് നല്ല ചൂടില്ല സാധനമാണ്, കൈകൊള്ളും. അപ്പൊ ഞാനും അമ്മയും ചോറേക്കലായി. ഇതാ നമ്മളെ താളിച്ചത്. ഇത് ചിക്കൻ കറിയിലേക്കാണ് സ്പെഷ്യൽ. നമുക്ക് ഇത് ഇതാണ് കേട്ടാ. അമ്മ സൂപ്പെല്ലാം കുടിക്കുമ്പോഴാണ് കുടിക്കുന്നത്. പിന്നെ ഇതാ അമ്മേന്റെ സ്പെഷ്യല് ചിക്കൻ കറിയും ഉണ്ട്. ലോകൂട്ടനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ലോകൂട്ടൻ നേരത്തെ ചോറ് കഴിച്ചു. അതിക്കേടെ ഫുട്ബോൾ കളിക്കാൻ പോണെന്ന് പറഞ്ഞോണ്ട് അമ്മ എനിക്ക് കുറച്ച് പാർട്സ് ചിക്കനും തന്നിട്ടുണ്ടായി രാവിലെ. അത് ഞാൻ രാവിലെ വേഗം എടുത്തിട്ട് ഒന്ന് അത് ഉരുളക്കിഴങ്ങനെ എടുത്ത് ഒരു കറിയാക്കിനി. അതാണ് ഇതിൽ കാണുന്നത്. അപ്പൊ അതും കൂട്ടിയിട്ട് ഇവര് നേരത്തെ ചോറ് കഴിച്ചു. ഇവർക്ക് പിന്നെ ഈ സ്പെഷ്യലിനോട് എടാ മത്തന്റെ ഇത് വേണം എടാ എല്ലാം കഴിക്കണം. അപ്പൊ നമ്മൾ ചോറ് കഴിക്കലായി. അവര് നേരത്തെ കൊടുത്തു വിട്ടാ അവർക്ക്. ഇതാ ചിക്കൻ കറി അമ്മേന്റെ നല്ല അടിപൊളി. പിന്നെ കുഞ്ഞിന് പറഞ്ഞ അമ്മമ്മ ചിക്കൻ കറി വേണം പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് തിന്നുന്നുണ്ട് ചിക്കൻ കറി മാത്രമായിട്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. 2 തരം ചിക്കൻ കറി, പാർട്സും ചിക്കൻ കറി. പാർട്സിലിടാൻ കുരുമുളക് ഉണ്ടായിട്ട് അതുകൊണ്ടാണ് പാർട്സ് ഒരു ചൊക ഉണ്ടായിരുന്നു. തട്ടിക്കൂട്ടല്ലേ, ചില സമയത്തെല്ലാം തട്ടിക്കൂട്ടാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിച്ച് കളിച്ചു നോക്കാം. ഇതാ ഇങ്ങനെ എടുത്തിട്ടില്ലേ ലോകന് പറയുന്നു. ഞാൻ അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് അത് മാത്രമായിട്ട് ഒന്ന് തിന്നോക്കട്ടെ. നല്ല രസമാണ്, നല്ല എരിവെല്ലാം ഉണ്ട്. പച്ചമുളകിൻ്റെയും ആ വാട്ടവർക്കിൻ്റെയും എല്ലാം എരിവ് വേണം, നല്ല രസം. അപ്പൊ ചോറ് വെച്ചിട്ട് കാണാം കേട്ടോ. വേണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എന്റേതും എടുത്തോണ്ട് പോയി അമ്മേന്റെ എടുത്തോണ്ട് പോയി പകുതി എടുത്തു തന്നു. ഏയ് ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അതൊരു ആദ്യം ഒരു സാധനം കാണുമ്പോ വേണ്ടാന്ന് പറഞ്ഞൂടാ, കൂട്ടി നോക്കിട്ടേ പറഞ്ഞോളൂ കേട്ടാ. നല്ല രസൂലേ? എപ്പോ അങ്ങനത്തെ ഇലക്കറി കൂട്ടണം കേട്ടാ. വറവെല്ലാം നല്ല ഇഷ്ടമാണ്. ഇത് വറുത്താലും മുരിങ്ങയിലായാലും വറവെല്ലാം നല്ല ഇഷ്ടം. ഉപ്പിട്ടിട്ട് കുഞ്ഞിന് കുടിക്കണം എന്ന് അറിയില്ല. അത് കഞ്ഞിരത്തില് ഇലയും ഉപ്പുണ്ട്, ഇലക്കറി ഇലയും ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ? കുടിക്കും. അപ്പൊ നമ്മളെ ചോറിക്കലെല്ലാം കഴിഞ്ഞു. രണ്ടാളും ഒരേപോലെ ഇട്ടമ്മ നിങ്ങളെക്കാട്ടി തടി ചേട്ടൻ്റെ തോന്നുന്നു. ഞാനും തടി വെച്ചിട്ടുണ്ടോ അല്ലേ? അതാണ്. അപ്പൊ കൊറേ ദിവസം കൂടിയിട്ട് അമ്മേനപ്പൊ ഇതിന് ചോറ് വെച്ചു. ഇപ്പൊ 2 ദിവസം അടുപ്പിച്ച് നമുക്ക് പണി ഉണ്ടായിട്ടാ. ഇപ്പൊ നാളെ മുതൽ അതേ പണിക്ക് പോകണം. അപ്പൊ നമ്മ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തു വെച്ച ആ ഒരു വീഡിയോ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫോണിന്റെ ഡിസ്പ്ലേ പോയി. അത് നമുക്ക് ഷോർട്സിലൊന്നും പറയാൻ പറ്റിയിട്ട. എന്തോ ഭയങ്കര വിഷമമുണ്ടായിനി കഴിഞ്ഞ ആഴ്ച മൊത്തം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അതിന് തിങ്കളാഴ്ച വന്നിട്ട് ഞാൻ വാങ്ങിയ ഷോപ്പിലെല്ലാം കൊണ്ടു കൊടുത്ത് അവര് വന്നിട്ട് കോഴിക്കോടേക്ക് അടുത്തേക്കോ അടുത്തേക്ക് അയച്ചിട്ട് അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഹാൻഡാണ് എടുത്തിട്ടുണ്ടായിനി കേട്ടാ. ഫസ്റ്റ് നല്ലൊരു ക്ലാരിറ്റിയിലെ ഫോൺ വേണമെന്നുണ്ടായിനി. എന്താ വെച്ചാൽ നമ്മ ആദ്യം എടുത്തുകൊണ്ടിരുന്നത് സാധാ എൻ്റെ ഒരു ഓപ്പോ ഫോണിലാണ് എടുത്തുകൊണ്ടായത്. പിന്നെ അത് എപ്പം സ്റ്റക്കായിക്കോടുക്കും പണി മുടക്കിക്കൊടുക്കും. അതെ, എല്ലാ കൊല്ലവും നമുക്ക് ആ ഒരു കൊല്ലാവസാനം ആകുമ്പോ ഫോണിൽ നിങ്ങൾ പണി കിട്ടലുണ്ട്. കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ്. മാസം ഇപ്രാവശ്യം
അപ്പോൾ അതേപോലെ ആയിട്ട് ഭയങ്കര വിഷമായി പോയി. എന്താ വെച്ചാൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മേടിച്ചാന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടൊന്നല്ല. നമ്മളെ വീഡിയോ ഒപ്പം കാണുന്നവർക്ക് പെട്ടെന്ന് വീഡിയോ കൊടുക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. പിന്നെ ഡെയിലി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ ഇത്രയും നാള് കഷ്ടപ്പെട്ടതിന് ഒരു ഇതും ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ ഒരു മോതിരം വിറ്റിട്ടാണ് ഞാനിപ്പോൾ ഈ കാണുന്നത്, ഇപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായി. അതും സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ സാംസങ് S22 Ultra. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി ഒരു 6 മാസം ആയതേ ഇല്ലു. പെട്ടെന്ന് ഡിസ്പ്ലേ പോകുമ്പോൾ എൻ്റെ പോയി. എന്തോ ഭാഗ്യത്തിന് വാലിഡിറ്റി ഉണ്ടായതുകൊണ്ട് അവർ പൈസ ഒന്നും ഇല്ലാണ്ട് അത് റെഡിയാക്കി തന്നിനി. പക്ഷെ ഇനി മുന്നോട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിനുള്ള ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിന്. അപ്പോൾ വീഡിയോ മാറ്റി മേടിക്കാന്ന് വിചാരിച്ചാല് അവര് ഇപ്പൊ ഇനി 20,000 രൂപ തരുള്ളൂ അല്ലേ അതിന്. ഇനിയിപ്പോ ഞാൻ അത്രയും പൈസ കിട്ടൂലൂ എന്നെല്ലാം പറഞ്ഞു. പിന്നെ അതുകൂടാണ്ട് ഈ ഫോൺ ശരിയാക്കി എടുക്കാൻ 3-4 ദിവസം എടുക്കുന്നവര് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി ഇപ്പൊ വീഡിയോ ഇടുന്നതാണ്. ലോങ് വീഡിയോ വന്നത് വിട്ടിട്ടായാലും ഷോർട്സ് ഡെയിലി ഞാൻ മിക്കവാറും എന്തായിട്ടും എന്ത് തിരക്കുണ്ടെങ്കിലും ഇടാൻ നോക്കലുണ്ട്. ചിലപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാലും പോലും എന്തായിട്ടും വീഡിയോ ഇടലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, വീഡിയോ മുടക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ ഇത്രയും നാളല്ലേ നമ്മളെ കഷ്ടപ്പാട്. ഒരാഴ്ച നമുക്ക് ഫോണില്ലാണ്ട് വീഡിയോ ഇടാണ്ടെന്നാ പിന്നെ നമ്മൾ ഇത്രയും നാളത്തെ റീച്ച് മൊത്തം പോകും. ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പാകത്തിൽ കോൾ ചെയ്യാനുള്ള എനിക്ക് എൻ്റെ ആ പഴയ ഫോൺ തന്നെ ഉണ്ട്. അപ്പൊ വീഡിയോ എടുക്കാൻ നമുക്ക് എന്തായിട്ടൊരു ഫോൺ കിട്ടിയേ പറ്റൂല. അവര് നല്ല ഇതാണ്. അങ്ങനെ എനിക്കൊരു ഫോൺ നല്ല ക്ലാരിറ്റിയുടെ ഫോൺ തന്നുകൊണ്ടാണ് ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റീന് കേട്ടാ. ലോങ് വീഡിയോ അതുകൊണ്ട് ഒരാഴ്ചത്തെ ഡിലേ വന്നു. പിന്നെ അമ്മയും ഡെയിലി പണിയും ഉണ്ടായിന്. പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിട്ട് ഫോണിൻ്റെ അവസ്ഥ അതായതുകൊണ്ട് പിന്നെ ഷോർട്സ് എങ്ങനെല്ലോ എടുത്ത് ഇടേതിന്. പിന്നെ കുറേ നമ്മൾ എടുത്തു വെച്ച വീഡിയോ അടക്കം കുറേ ഷോർട്സ് അടക്കം കുറേ വീഡിയോ ഈ ഫോണിലായി പോയി. ഇത് റിക്കവർ ചെയ്ത് എടുക്കാണ്ട് ആ ഡാറ്റാസ് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു, ശരിയാക്കി എടുക്കാണ്ട്. അങ്ങനെയെല്ലാം ആയിട്ട് ഒരാഴ്ച ഞാനൊരു ഞാനെന്നെ ആയിരുന്നു എങ്ങനെ ആയിരുന്നു. അപ്പൊ ഇത് ഷോർട്സിലൊന്നും ഞാൻ പറഞ്ഞിട്ട് ആ ഷോർട്സിൽ ഇങ്ങനെ പറഞ്ഞതേ അതിൻ്റെ കൂടെ അപ്പൊ അതിനെല്ലാം കറങ്ങി അല്ലെങ്കിൽ 1-2 ആവശ്യത്തിന് പോയി അങ്ങനെല്ലാം പറഞ്ഞതേ ഇല്ല. പറയാ എനിക്കെന്തോ വിഷമായി പോയത്. അങ്ങനെ ഇടം വരെ എത്തി. ഫോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് സാംസങ്ങിന് ഇപ്പം കംപ്ലൈന്റ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പേടിയും ഉണ്ട്. പുതിയതും എടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിവോ എല്ലാം നല്ലതാണെന്നെല്ലാം പറയുന്നുണ്ടായി. നല്ല എടുക്കണമെങ്കിൽ വലിയൊരു പൈസയാവും. പക്ഷെ ഇങ്ങനെ ലോണെല്ലാം ഇട്ട് എടുക്കാനൊരു പേടി. നമുക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയൊരു വരുമാനം നമുക്ക് ഇല്ലതല്ല, എന്നാലും ഒരു വരുമാനം അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടല്ല. അമ്മക്കായാലും ലോൺ ഉണ്ട്, എനിക്കായാലും ലോൺ ഉണ്ട് വീടിന്. അനിയേട്ടൻ ഗൾഫിലുണ്ടാകുമ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഹോം ലോൺ എടുത്തിട്ടുണ്ടായിന്. പക്ഷേ കുടികൂടുന്ന ആ ഒരു 30 അനിയേട്ടന് അവിടെ ജോലി നഷ്ടമായിട്ട് വന്ന് എൻ്റെ നാട്ടിൽ തന്നെ കൂലിപ്പണി അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഇപ്പം ഇന്നും കൂടി കിട്ടുന്ന ചെറിയൊരു വരുമാനം ഉണ്ടായതുകൊണ്ടാണ് അത് ഇപ്പോൾ സ്മൂത്തായിട്ട് ഇപ്പം കുറച്ച് നാളായിട്ട് പോകുന്നു എല്ലാം. അപ്പം അങ്ങനെയാകുമ്പോൾ പുതിയൊരു ഫോൺ ഇതായില്ലേ, EMI എല്ലാം അടക്കാനില്ലേ, അതിലൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും ഈ പോകുന്നത്ര കുറച്ച് പോട്ടല്ലേ, കടാവാണ്ട് നിൽക്കട്ടെ, നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും. അതെ, ഒന്നും ആവാണ്ടിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ദിവസം പ്രാർത്ഥിക്കലാണ്. പിന്നെ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഉച്ചവിശേഷം ചെറിയൊരു വീഡിയോ അങ്ങനെയായിട്ട് എടുത്തതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഫോണിന്റെ ഡിസ്പ്ലേയും പോയി പറഞ്ഞിട്ട് ഞാൻ തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ല മാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.